കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒഴിഞ്ഞ കെട്ടിടം അതിൽ ഉൾപ്പെട്ട് വീണ് മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഓടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രിമാർ ആ സർക്കാരിന്റെ സന്ദേശം നേരിട്ട് കുടുംബത്തെ അറിയിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. 4 കാര്യങ്ങളാണ് പ്രധാനമായും ആ കുടുംബം ആവശ്യപ്പെട്ടത്. ഒന്ന് എന്നത് സംബന്ധിച്ച് വി എൻ വാസവൻ പറഞ്ഞു. ഒന്ന് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയുടെ ചികിത്സ. ആ ചികിത്സയിൽ ബൈസ്റ്റാൻഡറായിട്ടാണല്ലോ അമ്മ പോയത്. ആ കുട്ടിയുടെ ചികിത്സ, സ്പോണ്ടിലോസിസുമായി ബന്ധപ്പെട്ട അതിൻ്റെ സർജറി, അതെല്ലാം കൃത്യമായി സർക്കാർ സൗജന്യമായി പൂർണ്ണമാകുന്നതുവരെ നൽകും. എത്രയും പെട്ടെന്ന് അത് ഏതാണോ ചെയ്യേണ്ടത്, ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് കൃത്യമായി വളരെ പെട്ടെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് അതിനുവേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പിന്നീട് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂണറലുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട അടിയന്തരമായ സഹായം അത് നൽകി കഴിഞ്ഞു. കളക്ടറും അത് പറഞ്ഞു, മന്ത്രി വി എൻ വാസവൻ അത് സൂചിപ്പിച്ചു. മൂന്നാമത് ആ ആൺകുട്ടിയുടെ താൽക്കാലിക ജോലി, കാരണം നിർധനരായ കുടുംബമാണ്, ആ താൽക്കാലിക ജോലി സംബന്ധിച്ച് മെഡിക്കൽ കോളേജിലെ കമ്മിറ്റിയുമായി തീരുമാനിച്ച് താൽക്കാലിക ജോലി നൽകും. സ്ഥിരം ജോലിയെ സംബന്ധിച്ച് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളൊക്കെ വേണ്ടി. പിന്നീട് ധനസഹായമാണ്, അതും കൃത്യമായി മന്ത്രിസഭാ യോഗത്തിന് ശേഷം തീരുമാനം വരുമെന്ന് കൃത്യമായി സർക്കാർ അറിയിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം പറയുന്നു. ഇന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിലും CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. ആ കുടുംബത്തോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അത് വളരെ ദാരുണമായ സംഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി നമ്മളെല്ലാവരും കണ്ടതാണ്. തത്സമയം തന്നെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏത് രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത്, അവിടെ മണ്ണുമാന്തി ഉപയോഗിച്ച് ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കിയത്, ബിന്ദുവിനെ പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം. കാരണം ഈ 3 പേർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളുടെ ജീവൻ പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ഫുൾ സ്വിംഗിൽ പ്രവർത്തിക്കുകയായിരുന്നു എങ്കിൽ അവിടെ അതിൽ കൂടുതൽ ആൾക്കാർ പെട്ടുപോയത്. 3 പേർ തന്നെ, കാരണം അത് ഒഴിഞ്ഞ കെട്ടിടമാണെന്നുള്ളത് അതിൽ വലിയ തെളിവ് വേണ്ട. പിന്നീട് അവർ അറിയാതെ അവിടേക്ക് പാവങ്ങൾ, അതാണ് മന്ത്രി വാസവൻ പറഞ്ഞത്, പാവങ്ങൾ അവിടേക്ക് പ്രാഥമിക കൃത്യത്തിനൊക്കെ പോയതാണ്, അവിടെ പൂട്ടിയിട്ടിരുന്നതാണ്, പക്ഷേ അവിടേക്ക് പോയി, അത് സംഭവിച്ചു. എന്നാൽ പോലും ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആ കുടുംബത്തോടൊപ്പം നിന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേതുപോലെ അപകടം ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ശക്തിപ്പെടുത്തും. അതാണ് ഒരു ജനകീയ ഭരണകൂടം ചെയ്യുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞു, അത് സർക്കാർ ബിന്ദുവിൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അത് ഭർത്താവ് വിശ്രുതനും പറയുകയും ചെയ്തു. കാരണം വീണ ജോർജ് വിളിച്ചു, കാരണം വീണ ജോർജ് പോയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഇളക്കുന്നവർ കാണേണ്ട കാര്യം കൂടിയാണിത്. മെഡിക്കൽ ഹോസ്പിറ്റലായിരുന്നു, നാളെ വീണ ജോർജ് അവിടെ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, നേരിട്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കും. അപ്പൊ അതിലൊന്നും ഒരു തെറ്റിദ്ധാരണ പരത്തേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരോ വിവാദമാക്കാൻ കാര്യമില്ല. അത് മാത്രമല്ല, മെഡിക്കൽ കോളേജിലെ സംഭവം ദൗർഭാഗ്യകരമാണ് എന്നും സർക്കാർ ആവശ്യമായ സഹായമൊക്കെ കുടുംബത്തിന് നൽകുന്നുണ്ട് എന്നും CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ സമഗ്ര റിപ്പോർട്ട് ഒന്ന് കാണാം. വിനിഷ, കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണത്. മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നും സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും കുടുംബത്തിനുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബിന്ദുവിന്റെ മരണം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി വീണ ജോർജ് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം ദൗർഭാഗ്യകരമാണെന്നും സർക്കാർ കുടുംബത്തിനാവശ്യമായ സഹായങ്ങൾ നൽകണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മന്ത്രിമാരായ വി എൻ വാസവൻ, വീണ ജോർജ് എന്നിവർക്കെതിരെ നടക്കുന്നത് കെട്ടിച്ചമച്ച പ്രചാരവേലയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.